കാര്യമായിട്ട് എന്താ പഠിക്കുന്ന? പരീക്ഷ ഉണ്ടോ? പരീക്ഷ അല്ല, നമ്മൾ എന്തിനു പറയല്, സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാം. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പം ഇങ്ങനെ ജാംജൂമിൽ കറി ബഡ്ജറ്റ് പോയി. അപ്പോൾ അവിടെ നിന്നൊക്കെ റേറ്റ് ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മോണത്ത് ലാംലൂമ് പോകണം. ജാംജൂമ് വേറെ, ബഡ്ജറ്റ് വേറെ, പിന്നെ ലാംലൂമ് പാവങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്. പക്ഷെ നല്ലതാട്ടോ, പോയി നോക്കാം. കുറേ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരം കുറേ ആദ്യം നമ്മൾ പോയത് ലാംലൂമിലേക്കാണ്. ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് ഇതിൽ ഏകദേശം റേറ്റിനെ കുറിച്ചൊരു ധാരണ കിട്ടും കേട്ടോ. അത്യാവശ്യം വിലക്കുറവുള്ളൊരു സ്ഥലമാണ് ലാംലൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസത്തെ ആദ്യത്തെ വീക്കിലി പർച്ചേസ് വേണ്ട സാധനങ്ങൾ അതേ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഓഫേഴ്സ് നല്ലതായിട്ട് തോന്നിയതായിരുന്നു. സർബത്ത് 700 ml സർബത്തിന് 44 രൂപ, പിന്നെ വത്തക്ക വാട്ടർമെലണ് 18 രൂപ, പിന്നെ ഒരു മുട്ടക്ക് 5.20 നല്ലൊരു ഓഫറാണ്. പിന്നെ പൈനാപ്പിളിന് 69, അതും കുഴപ്പമില്ലാത്തൊരു ഓഫറായിട്ട് തോന്നി. പിന്നെ ചീരുള്ളി 45 രൂപ, ദെൻ വലിയുള്ളി 34 രൂപ. ഇതൊക്കെയാണ് നല്ല ഓഫറായിട്ട് അവിടെ നിന്ന് ഫീൽ ചെയ്തത്. പിന്നെ നേരെ പോയത് ജാംജൂമിലേക്കായിരുന്നു, മലപ്പുറം. അവിടെ നിന്ന് പിന്നെ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹംദർദിൻ്റെ റൂഹ് ഹഫ്സ 750 ml അതിന് 165 രൂപക്ക് കിട്ടി, അത് വാങ്ങിച്ചു പോന്നു. ബാക്കി പർച്ചേസ് പിന്നെ ബഡ്ജറ്റിലേക്ക് പോയി. ബഡ്ജറ്റിൽ കുഴപ്പമില്ലാത്ത ഓഫേഴ്സ് സാധാരണത്തെ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ, സവാളക്ക് 34 രൂപയായിരുന്നു, തക്കാളിക്ക് 15, ഇഞ്ചിക്ക് 45, പിന്നെ കിഴങ്ങിന് 25 രൂപ ഉള്ളായിരുന്നു. പിന്നെ നല്ല പഴുത്ത മാങ്ങ 89-നുണ്ട്, 99-നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ കൂടി പോകും. പിന്നെ അവിടുന്ന് കാര്യമായിട്ട് യോഗേർട്ട് വാങ്ങണമായിരുന്നു. ഞങ്ങൾക്ക് ഫ്രൂട്ട് ബോൾ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിൽ ആയിരുന്നു. അതായത് ഈ സ്നാക്സൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഡയറ്റ് മൂഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് യോഗേർട്ട് എടുത്ത് ഫ്രൂട്ട് ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഓവറോൾ പർച്ചേസ്. ഓക്കെ, എപ്പോഴായി നന്നാറി കൊട്ടി അമ്മച്ചിന്റെ അടി കിട്ടും, ചീത്തേക്കോ. ചിക്കൻ എല്ലാം യോഗട്ട് ഇവിടെ ഉണ്ടാക്കും, ഫ്രിഡ്ജിൽ വെക്കൂ. നിങ്ങൾക്ക് മാത്രം കുറച്ച് പുറത്തേക്ക് എടുത്ത് വെച്ച് തരാം ഞാൻ. തൊണ്ടവേദന ഉള്ളവർക്ക്, ജലദോഷം ഉള്ളവർക്കൊന്നുമില്ല. ഈ പൊട്ടറ്റോ മേടിച്ചതിന്റെ സാന്ദർഭിക ആവശ്യം എനിക്ക് മനസ്സിലായില്ല. ബളം പൈനാപ്പിൾ, മാംഗോ. ഇതാണ് ഇന്നത്തെ ഈ മാസത്തെ ഫസ്റ്റ് വീക്കിലെ പർച്ചേസ്.